കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. തൂവെണ്ണ നെയ്യുരുള രണ്ടു കരത്തിലേന്തി പൊട്ടിത്തിരിച്ചു ദശനങ്ങൾ പുറത്തു കാട്ടി പൊന്നിൻ ചിലമ്പൊലി പൊഴിച്ചു ഗ്രഹാങ്കണത്തിൽ തുള്ളിക്കളിച്ച ഭഗവാൻ എവിടേക്ക് പോയി. ശ്രീലകത്തുണ്ട് ഗുരുവായൂരപ്പ. പൊന്നുണ്ണി കണ്ടത് ശ്രീലകത്ത് വെണ്ണയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കുഞ്ഞിക്കാലുമേലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുഞ്ഞിക്കൊമ്പേനോട് പറ്റി കിടക്കണം. നല്ല ഭംഗിയുണ്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ, നല്ല കൗതുക കാണാൻ. രണ്ട് തോളത്തും സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈ നിറയെ വെണ്ണ ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ വായോട് ചേർത്തിട്ട് അപ്പം നെഞ്ചത്തേക്ക് രണ്ട് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ച പോലെ നിറയെ വെണ്ണ പിടിച്ച പുഞ്ചിരി തൂക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖത്തിനോട് അടുപ്പിച്ച് ഇങ്ങനെ വെണ്ണ പിടിച്ചുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. രണ്ട് കൈ നിറയെ വെണ്ണയായിട്ട് രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൈ നിറയെ വെണ്ണ ആയിട്ട് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ അത് ആ വെണ്ണ ഇങ്ങനെ നോക്കിയിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അരയിൽ ഓടക്കോഴി തിരികെ വെച്ചിട്ടുണ്ട് കിങ്ങിണീൻ്റെ മുകളിൽ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ട് നല്ല മന്ദഹാസത്തോടു കൂടി പുഞ്ചിരി നോക്കി നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. ആ വെണ്ണൂറിലേയും കിട്ടിയ സന്തോഷം, കൈ നിറയെ വെണ്ണൂറിലായിട്ടാണ് നിൽക്കണത്. അതിനെ ഒറ്റിട്ട് വീണ്ടും തോന്നുന്നു, അത്ര രസമായിട്ടാ. ഇന്നാച്ചാൽ പൊന്നുണ്ണിക്കണ്ണന് പുതിയൊരു കിരീടം വന്നിട്ടുണ്ട്. ആ പുതിയ കിരീടം ചാർത്തിക്കൊണ്ടാണ് നല്ല ഭംഗിയുടെ കിരീടം, ചിത്രപ്പണി കല്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു കിരീട ചാർത്തിരിക്കണം, പുതിയ കിരീടമായിട്ട്. ആ കിരീടത്തിന് മുകളിൽ തുളസിപ്പൂണ്ട ഒരു തിരുമുടി മാല. കഴുത്തിലാച്ചാൽ തെച്ചിപ്പൂ ധാരാളമായിട്ട്, തെച്ചിപ്പൂവും തുളസിപ്പൂവും ധാരാളമായിട്ട്, ഇടയിൽ വെളുത്ത പൂവായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. മറ്റുണ്ടമാല എങ്ങനെ വെച്ചാൽ തെച്ചി തുളസി വെളുത്ത പൂ ഒരേപോലെ അങ്ങനെ രണ്ട് ഉണ്ടമാലയും ഒരു തിരുമുടിമാലയും. ആ ഒരു തിരുമുടിമാല ആ പുതിയ പൊന്നിൻ കിരീടത്തിന് മുകളിൽ ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് കിരീടം കാണാൻ. അങ്ങനെ ഉണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തോടുകൂടി ആ വെണ്ണൂറിലെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഈ തിരുമുടിമാലയുടെ പൊന്നിൻ കിരീടത്തിന് മുകളിലതാ 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമനും തുളസി, തെച്ചിയും തുളസിയായിട്ട് ഈ രണ്ടെണ്ണം, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് ഒരെണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 2 അങ്ങനെ 6-7 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാണ്. ആ പൊന്നും കിരീടം കിട്ടിയ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. വെണ്ണൂറിലുണ്ട്, കൈ നിറയെ വെണ്ണൂറിലുണ്ട്, അരയിൽ ഓടക്കൊള്ളിലും തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആനന്ദത്തിൽ തന്നെ ഉണ്ണിക്കണ്ണൻ, ഒരു ആനന്ദക്കണ്ണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. ഇതൊരു ഭംഗിയറിയോ കാണാം, നല്ല ഭംഗിയായിട്ട്. ആ തോളത്തെ 2 ഗോപീതിലകങ്ങളും ചെവിയിലെ ചെവിപ്പൂക്കളും നെറ്റിയിലെ സ്വർണ്ണഗോപിയൊക്കെ നല്ല ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത്. കണ്ണനാശയ വെണ്ണ നിറയെ കിട്ടിയ സന്തോഷത്തോടെ അത് ആ പുഞ്ചിരിയും അതിലേറെ തിളക്കുന്നുണ്ട്. അങ്ങനെ നല്ല മറവോട് ചേർത്ത് 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ വെണ്ണയും പിടിച്ച് നിൽക്കണ കാണാൻ നല്ല കൗതുകം. മനസ്സിൽ ആലോചിച്ചാൽ തന്നെ നല്ല സന്തോഷവും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. സേവിച്ചതിൻ ശമ്പളമായി എനിക്കു ഭോഗങ്ങൾ തന്നാലതെനിക്ക് വാങ്ങാൻ സാധിക്കയില്ലെന്ന് പറഞ്ഞിടുമ്പോൾ അലൗകികം തോന്നരുതെന്ന അപേക്ഷ. മുജ്ജന്മമെന്നോ ഇനിയത്ത ജന്മമെന്നോ ശ്രവിക്കുന്നത് ദുസ്സഹം മേ. ജന്മമെൻ കണ്ണന ദൃശ്യനെങ്കിൽ ഏതേതു ജന്മത്തിലും അപ്രകാരം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ കൈ നിറയെ വെണ്ണയും പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കണത്. എന്തൊരു കൗതുകം അറിയോ കാണാൻ തന്നെ. ഭക്തന്മാരെ നോക്കിയാൽ വെണ്ണയും പിടിച്ച് പുഞ്ചിരി തൂക്കി നിൽക്കണം. ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിലങ്ങനെ വിചാരിച്ചാൽ തന്നെ ഒരു ആനന്ദം. കണ്ണനച്ഛൻ ആനന്ദശീലിയും ചിരിച്ചിട്ടാണ് നിൽക്കണത്. നല്ല അങ്ങനെ ആനന്ദക്കണ്ണനായിട്ടാണ് നിൽക്കണത്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആനന്ദക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാത്ത തളകെട്ടിയ തൃപ്പാദത്തിനും തൃപ്പാദം 2 മുറുകെ പിടിച്ചിട്ട് ആ പുഞ്ചിരി തൂക്കി കൊണ്ട് നിൽക്കണം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സിരിമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ആ പുഞ്ചിരി എല്ലാവരുടെ മനസ്സിലും നല്ല തണുപ്പേകും. അത്ര രസമായിട്ട് ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കണത്. ആ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കാന്നൊക്കെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സിരിമുഖം നോക്കി ഉറക്ക നാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.